കൃഷ്ണ ഗുരുവായൂരപ്പ. നമസ്കാരം, സ്വാഗതം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാലാമത്തെ ദശകം നാരായണീയം. നാരായണീയത്തിലെ നാലാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം, അതിൻ്റെ അർത്ഥമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാലാം ദശകം ശ്ലോകം ഒന്ന് ചൊല്ലാം. കല്യതാം മമ കുരുഷ്വ താവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ഒരിക്കൽ കൂടെ ഈ ശ്ലോകം ചൊല്ലാം. കല്യതാം മമ കുരുഷ്വ താവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ഇവിടെ ഭഗവാനെ ഉപാസിക്കണമെങ്കിലും നമുക്ക് നല്ല ആരോഗ്യവും വേണം. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ആരോഗ്യവും ഒക്കെ ഉണ്ടാക്കിത്തരണേ എന്ന് പറയുന്ന ആ ഒരു ശ്ലോകമാണ് ഈ നാലാം ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകം. ഭഗവാൻ ഗുരുവായൂരപ്പ, അങ്ങേ ഉപാസിക്കുന്നതിന് വേണ്ടത്ര ആരോഗ്യം എനിക്ക് ഉണ്ടാക്കിത്തരണമേ. ഉടനെ തന്നെ പരിപൂർണമായ അഷ്ടാംഗയോഗത്താൽ ആ ഒരു അഷ്ടാംഗയോഗം 8 പടികളുള്ള അല്ലെങ്കിൽ 8 അംഗങ്ങളുള്ള അഷ്ടാംഗ യോഗത്തിലൂടെ ഞാൻ ഭഗവാനെ ഉപാസിച്ചുകൊണ്ട് ഭഗവാന്റെ ആ ഒരു എന്താ പറയുക ഭക്തിയിലൂടെ തന്നെ സന്തോഷവും അനുഭവിക്കുമാറാകട്ടെ എന്ന് പറയുന്നതാണ് ഈ ഒരു ശ്ലോകം. അപ്പം ഇവിടെ ഭഗവാൻ എന്ന് വിളിക്കുന്നു. യാതൊന്നിനാൽ ഭവതുപാസനം കല്യതേ, ഭഗവാനെ ഉപാസിക്കുന്നത്, ഭഗവാനിലുള്ള ഉപാസന സാധിക്കപ്പെടുന്നുവോ താവതി അത്രത്തോളം കല്യതയെ അല്ലെങ്കിൽ ആരോഗ്യത്തെ മമ കുരുഷ്വ എനിക്ക് ഉണ്ടാക്കിത്തരണേ. ആശു വേഗത്തിൽ, പ്രത്യക്ഷമായി, പുഷ്ടയ പരിപൂർണമായ, അഷ്ടവിധ യോഗചര്യയ 8 പ്രകാരത്തിലുള്ള യോഗാനുഷ്ഠാനത്താൽ തവ അതായത് ഭഗവാന്റെ തുഷ്ടിം സന്തോഷത്തെ ആപ്നുയാം ഞാൻ പ്രാപിക്കുമാറാകട്ടെ. അപ്പോൾ എനിക്ക് വേണ്ട ആരോഗ്യം നൽകിയാൽ മാത്രമേ എനിക്ക് ഭഗവാനെ ഉപാസിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആ ഒരു ശ്ലോകമാണ്. അപ്പോൾ ആ ഒരു ആരോഗ്യത്തെയും കൂടെ തന്ന് സന്തോഷം ഉണ്ടാക്കണേ, അല്ലെങ്കിൽ ഉപാസന ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാക്കിത്തരണേ എന്ന് പറയുന്ന ആ ഒരു ശ്ലോകമാണിത്. അപ്പോൾ മേൽപ്പത്തൂർ പറയുന്നു, ഞാൻ ഭഗവാനെ ഉപാസിക്കുന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ ആ ഉപാസന സ്പഷ്ടവും പുഷ്ടവുമാകണമെങ്കിൽ അത് അഷ്ടാംഗയോഗ വിധി പ്രകാരമാകണം. അതിനുവേണ്ട ആരോഗ്യവും മറ്റ് കഴിവുകളും തന്ന് അനുഗ്രഹിക്കണേ എന്ന് പറയണം. അപ്പോൾ അഷ്ടാംഗയോഗം എന്ന് പറയുമ്പോൾ യോഗസൂത്രം അല്ലെങ്കിൽ പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രപ്രകാരം യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി അങ്ങനെ 8 അംഗങ്ങൾ ചേർന്നാണ് അഷ്ടാംഗയോഗം എന്ന് പറയുന്നത്. അതാണ് അതിൽ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ഇതൊക്കെ ബഹിരംഗ ഉപാസനയാണെന്ന് പറയും. അത് പുറമേ കാണുന്നതാണ്. എന്നാൽ ധാരണ, ധ്യാനം, സമാധി എന്നിവ അന്തരംഗവുമാണെന്ന് പറയുന്നത്. അത് ഉള്ളിലാണ് നടക്കേണ്ടത്, മനസ്സുകൊണ്ട് ധ്യാനിക്കുക എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഇത് എല്ലാത്തിനും കുറിച്ച് വിശദമായിട്ട് ഇനി പറയുന്നുണ്ട്. അപ്പോൾ പറയുന്ന ഈ അഷ്ടാംഗ യോഗ വിധി പ്രകാരം ഇതെല്ലാം അനുഷ്ഠിച്ച് 8 പടികൾ 8 അംഗങ്ങളിലൂടെ അഷ്ടാംഗയോഗം അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാനെ ഉപാസിക്കണമെങ്കിൽ അതിനുള്ള കഴിവ്, അതായത് ആരോഗ്യം തരണേ, എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് ഇവിടെ മേൽപ്പത്തൂർ പറയുന്നു. അങ്ങനെ പറയുന്നതിലൂടെ അപ്പോൾ അഷ്ടാംഗയോഗത്തിനുള്ള കഴിവ് തരണേ എന്ന് പറയുമ്പോൾ മേൽപ്പത്തൂരിൻ്റെ ഭാഷയിൽ പറയുന്നത് എനിക്ക് എൻ്റെ ഈ രോഗം മാറ്റിത്തരണേ എന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ മേൽപ്പത്തൂർ വാതരോഗത്തിൻ്റെ ആ ഒരു പിടിയിലായിരുന്നല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്. കല്യതാം മമ കുരുഷ്വ എന്നാണ് പറയുന്നത്. അതായത് ആരോഗ്യം എനിക്ക് തരണേ എന്നുള്ളതാണ്.
അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാടിന് വാദമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഭട്ടതിരിപ്പാട് സ്വന്തം ഗുരു ആയ അച്യുത പിഷാരടിയുടെ വാദരോഗത്തെ തന്നിലേക്ക് എടുത്തിട്ട് ഗുരുവിനെ സ്വതന്ത്രമാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്വതന്ത്രമാക്കിയതിനും ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നത്രേ. കാരണം തനിക്ക് കിട്ടിയ വാദരോഗത്തെ ഭഗവാന്റെ ആ ഭക്തിയിലൂടെ അതിന് പൂർണ്ണ സുഖം അതിലേക്ക് എത്തുമ്പോൾ, പൂർണ്ണ സുഖത്തിലേക്ക് എത്തുമ്പോൾ അത് ഈശ്വര ഭജനത്തിലൂടെ എങ്ങനെ പൂർണ്ണ സുഖവും സന്തോഷവും നേടാമെന്ന് മറ്റുള്ളവർക്ക് ഒരു പ്രേരണയായിട്ട് അത് തീരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ തൻ്റെ ഗുരുവിൻ്റെ ആ ഒരു വാദരോഗം തന്നിലേക്ക് എടുത്തുകൊണ്ട് ഗുരുവിനെ പൂർണ്ണ ആരോഗ്യവാനാക്കുകയും പിന്നെ അതിനുശേഷം മേൽപ്പത്തൂർ സ്വന്തം ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് നാരായണീയം രചിച്ചുകൊണ്ട് ഗുരുവായൂരിൽ ഇരുന്നുകൊണ്ട് ഈ 100 ദശകങ്ങൾ രചിച്ചത് എന്നും അതിലൂടെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിയെന്നും ആണല്ലോ ആ ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭക്തിയെക്കുറിച്ച് നമുക്ക് മുമ്പ് പറഞ്ഞു. എന്നാൽ ചിത്തവൃത്തി നിരോധത്തെയാണ് യോഗം എന്ന് പറയുന്നത്. അപ്പോൾ യോഗ എന്ന് പറയുമ്പോൾ ചിത്തവൃത്തി നിരോധ എന്ന് പറയും. അപ്പോൾ ചിത്തവൃത്തി മനസ്സിലെ പല പല കാര്യങ്ങളാണ് നമുക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതെന്നും ആ മനസ്സിൻ്റെ ആ പല ചിന്തകളെ നമ്മൾ തടഞ്ഞു വെക്കണം. അതാണ് ചിത്തവൃത്തി നിരോധം. ചിത്തവൃത്തിയെ നിരോധിച്ചാൽ ഇന്ദ്രിയങ്ങൾ നമ്മുടെ അധീനതയിലാവും. അപ്പോൾ അങ്ങനെ ഇന്ദ്രിയങ്ങൾ അധീനതയിലാവുമ്പോൾ അങ്ങനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ചിത്തവൃത്തിയെയും നിയന്ത്രിക്കാം. അപ്പോൾ ഇതൊരു ദീർഘമായിട്ടുള്ള ഒരു അഭ്യാസമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു അഭ്യാസത്തിലൂടെ സ്വയം ചിത്തവൃത്തികളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു എന്താ പറയുക അഷ്ടാംഗ യോഗ 8 അംഗങ്ങളുള്ള അഷ്ടാംഗ യോഗ വിധി പ്രകാരം തന്നെ യോഗം ശീലിക്കാനും ആ യോഗം ശീലിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനിലേക്ക് എത്തുക എന്നാണ് അർത്ഥം. അങ്ങനെ യോഗം ശീലിക്കാനും ഭഗവാൻ തന്നെ അനുഗ്രഹിക്കണം. അതാണ് ആരോഗ്യം അതിൻ്റെ ആദ്യത്തെ പടിയാണെന്ന് പറയും. അതുകൊണ്ടാണ് ആ ആരോഗ്യം തന്ന് അനുഗ്രഹിക്കണേ എന്ന് ഭഗവാനോട് മേൽപ്പത്തൂർ അപേക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കും അതുപോലെ അഭ്യർത്ഥിക്കാം. അപ്പോൾ ഒരു ശ്ലോകം ചൊല്ലാം. കല്യതാം മമ കുരുഷ്വ താവതിം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധ യോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. യയാ ഏതൊന്നിനാൽ ഭവതുപാസനം ഭഗവാനെ ഉപാസിക്കുന്നത് സാധിക്കപ്പെടുന്നുവോ താവതിയും അത്രത്തോളം കല്യതാം ആരോഗ്യത്തെ അല്ലെങ്കിൽ കഴിവിനെ മമ പുരുഷ എനിക്കുണ്ടാക്കി തരണമേ ആശു വേഗത്തിൽ സ്പഷ്ടം പ്രത്യക്ഷമായിട്ട് തന്നെ പുഷ്ടയ പരിപൂർണമായ അഷ്ടവിധ യോഗചര്യ 8 പ്രകാരത്തിലുള്ള യോഗാനുഷ്ഠാനത്താൽ തവ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ തുഷ്ടിം സന്തോഷത്തെ ഭഗവാനിലുള്ള ആ സന്തോഷത്തെ അല്ലെങ്കിൽ ആ ഒരു തുഷ്ടിയെ ആ സന്തോഷത്തെ ആപ്നുയാം ഞാൻ പ്രാപിക്കുമാറാകട്ടെ. അപ്പോൾ എനിക്ക് ആരോഗ്യത്തെ തരണം. അതിലൂടെ ഞാൻ അഷ്ടാംഗ യോഗ പദ്ധതിയിലൂടെ ഭഗവാനെ ഉപാസിക്കുകയും അതിലൂടെ സന്തോഷവും ഒക്കെ നേടുമാറാകട്ടെ എന്നൊക്കെ പറയുന്ന വരികളാണ് ഇത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ആരോഗ്യം ഏറ്റവും പ്രധാനമാണ് എന്നുള്ള ഒരു അറിവാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്നും കൂടെ ഈ ശ്ലോകം ചൊല്ലാം. 4ാമത്തെ ദശകം നാരായണീയം. ശ്ലോകം 1. കല്യതാം മമ കുരുഷ്വ താവതിം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധ യോഗചര്യയാ പുഷ്ട്യയാശു തവ തുഷ്ടിമാപ്നുയാം. അപ്പോൾ ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ ചിത്തവൃത്തി നിരോധം അല്ലെങ്കിൽ ചിത്തവൃത്തികളെ നിയന്ത്രിക്കാമെന്നും അതാണ് യോഗം. യോഗം എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തി നിരോധം എന്നാണ് പറയുന്നത്. ഇവിടെ ഈ അഷ്ടാംഗ യോഗം അനുഷ്ഠിക്കാനുള്ള കഴിവ് തരണേ എന്നും രോഗം മാറ്റിത്തരണേ എന്നും ഒക്കെ ഒരു അഭ്യർത്ഥനയാണ് ഇവിടെ മേൽപ്പത്തൂർ നടത്തുന്നത്. അപ്പോൾ ആ ഒരു അഭ്യർത്ഥന നമുക്കെല്ലാവർക്കും ബാധകമാണ്. കാരണം ഏറ്റവും പ്രധാനം ആരോഗ്യമാണല്ലോ.
നമുക്കും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. എല്ലാ ഐശ്വര്യങ്ങളും ആരോഗ്യവും ഒക്കെ തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു, നാരായണന് സമർപ്പിക്കുന്നു. ഓം തത്സത്. ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.